നമസ്കാരം, ഗിരീഷ് സാറാണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ വീഡിയോ ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. പൊട്ടൻഷ്യൽ ആദ്യം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ E is equal to minus dV/dx എന്ന് പറഞ്ഞാൽ 4 വരെയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്ക് ചോദിക്കാം. ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ, അതിനായിട്ട് മെയിൻ ആയിട്ട് ഔട്ട്സൈഡ് ദി ഷെല്ല്, ഇൻസൈഡ് ദി ഷെല്ല്, പിന്നെ സർഫസ് ഓഫ് ദി ഷെല്ലിന്റെ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കുക. കപ്പാസിറ്റൻസിൽ ഉറപ്പായിട്ടും കപ്പാസിറ്റൻസിന്റെ C is equal to Q/V ഇക്വേഷൻ നന്നായിട്ട് Q/V ഇക്വേഷൻ ഓർത്തിരിക്കുക. ഫാരഡ് കപ്പാസിറ്റൻസ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, ഫാരഡ് ഓർത്തിരിക്കുക. പലതരം ഫാരഡ് ഉണ്ട്, മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് ഓർത്തിരിക്കുക. പിന്നെ ഫാരഡിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കിനകത്ത് കപ്പാസിറ്റൻസ് ഓഫ് ആൻ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് സീരീസിലും പാരലും കണക്ട് ചെയ്യുന്നത് 1/C is equal to 1/C1 plus 1/C2 plus 1/C3, C is equal to C1 plus C2 plus C3 plus up to etc. ഇത് 2 എണ്ണം വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ട, അതിന്റെ മെയിൻ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ U is equal to half CV². ഇക്വേഷൻ മാത്രം പഠിക്കുക, അത് വെച്ച് പ്രോബ്ലം ചോദിക്കും. പിന്നെ ഒരു ടോപ്പിക് ഇവിടെ ചോദിക്കാം, എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ. ഇത്രയും ടോപ്പിക് പഠിച്ച് ഇതിന് അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന് ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. മൂന്നാമത്തെ ചാപ്റ്റർ 8 മാസം പെട്ടെന്ന് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ. നെവർ എവർ ഗിവ് അപ്പ്.